പച്ചരി, തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുക്കുക, പച്ചരി പൊടിച്ചെടുക്കുക, എന്നിട്ട് ആ തേങ്ങാപ്പാലിനകത്ത് കലക്കിയെടുക്കുക, ഇച്ചിരി പാവ് കാച്ചുക, അല്ലെങ്കിൽ ചോറ് അരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഈ മാവ് ഈ പാകത്തിനകത്ത് ആകണം. നല്ല സൂപ്പർ പൂവപ്പം കണ്ടോ, നല്ല കണ്ടോ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണണ്ടേ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലേ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്കിതുപോലെ എന്നിട്ട് മാവ് എടുത്തിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സൂപ്പർ പൂവപ്പം. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം അതിനൊരു കറി വേണ്ടേ. നമുക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ടു കറി വെച്ചാൽ കണ്ടോ. ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം കൂടെ വേവിച്ചെടുത്ത് കുരുമുളകിൻ്റെ പൊടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സൂപ്പർ ഒരു കറിയും വെച്ചു കണ്ടോ. ഇത് എന്തോ നോക്കാം. പൂവപ്പം റെഡിയായി കണ്ടോ. ഇത് കണ്ടില്ലെന്നാരും പറയണ്ട കേട്ടോ. കണ്ടോ പൂവപ്പം. നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. കഴിക്കാം. ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? കണ്ടോ നല്ല സൂപ്പർ പൂവപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. പൂവപ്പവും ഉരുളക്കിഴങ്ങ് കറി, പൊട്ടറ്റോ കറി വെച്ചത്. നമുക്കൊന്ന് കഴിക്കാം. ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? കഴിക്കാൻ കൂടുന്നുണ്ടേ പോരെ, നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ അത് സൂപ്പർ. പൊട്ടറ്റോ കൊണ്ട് കറിയും വെച്ചു, പൂവപ്പം ഉണ്ടാക്കി കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം. പച്ചരി കുതിർത്ത് തേങ്ങാപ്പാൽ പൊടിച്ചെടുക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കി വെക്കുക. എന്നിട്ട് ഒരിച്ചിരി മാവെടുത്ത് പാവ് കാച്ചുക, അല്ലെങ്കിൽ ഇച്ചിരി ചോറ് അരച്ച് ചേർക്കുക. ജീരകം വേണ്ടിയവരാണെങ്കിൽ ജീരകം ചേർക്കുക. എന്നിട്ട് ഇതുപോലെ 1 മണിക്കൂർ വെച്ച ശേഷം നമുക്ക് ചീഞ്ചട്ടിയിൽ കോരി ഒഴിച്ച് നല്ല പൂവപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. പൂവപ്പവും കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ് കറി അല്ലേ പൊട്ടറ്റോ കറി വെച്ചത്. എല്ലാവരും ചെയ്ത് നോക്കുക.